ഡെലിവറിക്ക് ശേഷമുള്ള വയറും ശരീരഭാരവും കുറയ്ക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പ്രസവത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾ കരി ചെയ്യുന്നതിന് മുമ്പ് ഗർഭധാരണത്തിന് മുമ്പുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു മാറ്റമല്ല. പയ്യെ പയ്യെ ഗ്രാജുവലി ആ ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നിങ്ങൾ മാറുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും മധുരമുള്ള വസ്തുക്കളും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന വസ്തുക്കൾ, വറുത്ത ഭക്ഷണങ്ങൾ, പൊരിച്ച ഭക്ഷണങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സ് കഴിക്കുകയും അതുപോലെ തന്നെ ദിവസവും കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുക. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടൽ ബോഡിയുടെ ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ വയറിലെ കൊഴുപ്പ് കുറയാനുമുള്ള കുറച്ച് വ്യായാമങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ വ്യായാമങ്ങളും ചെയ്താൽ ഇതിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു മാറ്റമല്ല, നിങ്ങൾ പയ്യെ പയ്യെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസവശേഷമുള്ള വയറും അതുപോലെ തന്നെ ശരീരഭാരവും നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരു 10, 15, 20 മിനിറ്റ് നിങ്ങൾ വ്യായാമങ്ങൾ ചെയ്യുക. വയറിനുള്ള വ്യായാമങ്ങൾ കുറച്ചധികമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. ഇനി നിങ്ങൾ മാറ്റിൻ്റെ മുൻവശത്ത് നിൽക്കുക. ഇതുപോലെ മുൻവശത്ത് നിൽക്കുക. നിങ്ങളുടെ കാലുകൾ ചേർത്ത് വയ്ക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തുക. എന്നിട്ട് മെല്ലെ പിന്നോട്ടൊന്ന് വളയുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട്, പൂർണ്ണമായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. ആദ്യം നിങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾ 2 കാലുകളും പിന്നോട്ട് വയ്ക്കുക. എന്നിട്ട് സന്തോളാസനത്തിൽ വരിക. ഇനിയാണ് നമ്മൾ വേരിയേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വലതുകാല് മുന്നോട്ട് കയറ്റി വയ്ക്കുക. ആവുന്നത്ര കയറ്റി വയ്ക്കുക ഇതുപോലെ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലതുകാല് നിങ്ങളുടെ കൈകളുടെ മധ്യത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അരക്കെട്ട് ശരിക്കും താഴ്ത്തുക ഇതുപോലെ. അപ്പോൾ എല്ലാവരും ഈ ഒരു പൊസിഷനിൽ വരിക. ഇനി അതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ കൈ ഉയർത്തുന്നൊരു വ്യായാമമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷനിൽ വരിക, കാല് ശരിക്കും സ്ട്രെച്ച് ചെയ്യുക. ഇനി നമുക്ക് ആരംഭിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 5 റൗണ്ടാണ്, ഇപ്പോൾ 1 റൗണ്ടായി. ശ്വാസം വിട്ടുകൊണ്ട് വലതു കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. ശ്വാസം വിട്ടുകൊണ്ട് വലതു കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. 5ാമത്തെ റൗണ്ട് വലതു കൈ ഉയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി വലതുകാൽ പിന്നോട്ട് വെച്ച് വീണ്ടും സന്തോളാസനം, ഈ ഒരു പൊസിഷനിൽ വരിക. ഇനി നിങ്ങൾ ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക. ഇത്രയും വെക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കാലിൻ്റെ മധ്യത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. വലതുകാലിൻ്റെ ആംഗിൾ ശരിക്കും സ്ട്രെച്ച് ചെയ്യുക. അരക്കെട്ട് ശരിക്കും താഴ്ത്തുക. മുന്നോട്ട് നോക്കുക. ഇനി ഓപ്പോസിറ്റ് ഹാൻഡാണ് നമ്മൾ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. നമുക്ക് ആരംഭിക്കാം. 1ാമത്തെ റൗണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 1 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 2 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 3 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 4 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ആവുന്നത്ര ഉയർത്തുക. ഹിപ്പ് ഡൗൺ ചെയ്യുക. ഇനി ഇടത് കൈ താഴ്ത്തുക. അപ്പോൾ നമ്മൾ ഇടതുകാലും ചെയ്തു, വലതുകാലിൻ്റെയും ചെയ്തു. ഇനി വീണ്ടും നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ കോർ മസിൽസ് നന്നായി ടൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് അതിനോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വെരി ഗുഡ്. ഇനി നിങ്ങൾ മെല്ലെ മാറ്റിലേക്ക് ഇതുപോലെ കമിഴ്ന്ന് കിടക്കുക. ഇതുപോലെ. ഇനി നിങ്ങൾ മെല്ലെ നിങ്ങളുടെ കാലിൻ്റെ ആംഗിൾ പോയിൻ്റ് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക. ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്ത പൊസിഷനാണിത്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക.
ഒരു റൗണ്ട് കൂടി ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ വേരിയേഷനാണ് ചെയ്യുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, നെഞ്ച് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇനി നിങ്ങൾ 2 കാലുകളും മടക്കി കാലിൻ്റെ ആംഗിളിൽ ഇവിടെ പിടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും 2 കാലുകളും ആവുന്നത്ര ഉയർത്തുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. വീഡിയോക്കൊപ്പം വീഡിയോ കണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലും തലയും ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇപ്പോൾ 2 റൗണ്ടായി. 3ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഒരു റൗണ്ട് കൂടി ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇനി നിങ്ങൾ മാറ്റിൽ റിലാക്സ് ആവുക. നിങ്ങൾ ടയേർഡാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാം അല്പനേരം. ടയേർഡ് അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിൽ ഇതുപോലെ ഇരിക്കുക. ഇതുപോലെ ഇരിക്കാം. സാധാരണ ഇരിക്കുന്ന പോലെ 2 കൈകളും സൈഡിൽ വയ്ക്കുക. ഇനി നിങ്ങളുടെ വലതുകാല് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. വലതുകാൽ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. വലതുകാല് പുറത്തോട്ട് വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകൈ ഉയർത്തുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് വലതുവശത്തോട്ട് ബെൻഡ് ചെയ്യുക. ഇതുപോലെ ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. 2ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. 3ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. 4ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക, ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. 5ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഇനി റിലാക്സ് ആവുക. ഇനി നിങ്ങൾ വലതുകാല് ഇതുപോലെ വെച്ച് ഇടതുകാല് പുറത്തേക്ക് വയ്ക്കുക. ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്തും ചെയ്യാൻ പറ്റും, അതുപോലെ പ്രോഗ്രസ്സും ഉണ്ടാവും. ഇനി വലതുകൈ ഉയർത്തുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം, നന്നായിട്ട് മാക്സിമം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. ഒരു റൗണ്ട്. ശ്വാസം വിട്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക, ആവുന്നത്ര മാക്സിമം. ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 2 റൗണ്ട്. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 3 റൗണ്ടായി. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ശ്വാസം എടുത്ത് അപ്പ് ചെയ്യുക. 4 റൗണ്ട്. അവസാന റൗണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക, ആവുന്നത്ര. ഇനി അപ്പ് ചെയ്ത് നിങ്ങൾ വലതുകൈ റിലാക്സ് ആക്കി മാറ്റിൽ മലർന്ന് കിടക്കുക. ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർ മസിൽസിലെ ഫാറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും അതുപോലെ തന്നെ കോർ മസിൽസിന് ടൈറ്റ് ആക്കുവാനുമുള്ള കുറച്ച് വ്യായാമമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. ഇതുപോലെ. ഇനി 2 കാലുകളും മടക്കി ഇതുപോലെ വയ്ക്കുക. ഒരല്പം ഇതുപോലെ വയ്ക്കുക. ഇനി 2 കൈയും ഉയർത്തുക. ഇതുപോലെ. ശ്വാസം എടുക്കുക, അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക, ശ്വാസം എടുക്കുക, അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക, ശ്വാസം എടുക്കുക. കാലുകൾ കുറച്ചുകൂടി മടക്കാം. അത് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. ശ്വാസം വിട്ട് അപ്പ് ചെയ്ത് ശ്വാസം വിടുക, ശ്വാസം എടുത്ത് അപ്പ് ഡൗൺ ചെയ്യുക. പൂർണ്ണമായും അപ്പ് ചെയ്യേണ്ട, കുറച്ച് അപ്പ് ചെയ്താൽ മതി. അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. ശ്വാസം എടുത്തിട്ട് ശ്വാസം അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 5 റൗണ്ട്. അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. ഇനി നിങ്ങളുടെ കൈ തലയിൽ വയ്ക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക. 2 റൗണ്ട് കൂടി. അപ്പ് ചെയ്യുക, ശ്വാസം വിടുക, ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക, ശ്വാസം വിടുക,
ഡൗൺ ചെയ്യുക. 10ാമത്തെ റൗണ്ട് അപ്പ് ചെയ്യുക, ശ്വാസം വിടുക. ഇനി ഡൗൺ ചെയ്ത് നിങ്ങൾ കാലുകൾ റിലാക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് ശ്വാസം എടുത്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ട് ഒരു 3-4 ബ്രീത്തിങ് അതുപോലെ ബ്രീത്ത് ചെയ്യുക. ശരിക്കും ബോഡി റിലാക്സ് ആവുക. നിങ്ങളിപ്പോൾ തീരെ ടയേർഡായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ഒരു 5 തവണയോ 10 തവണയോ കൂടി റിപ്പീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ വയറ് കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്തേ.